ഹലോ ഗൈസ്, നമ്മൾ ഇന്നത്തെ പരിപാടി പോപ്കോൺ ഉണ്ടാക്കുന്ന മെഷീനാണ്. ഇതിനു വേണ്ടി ഉണ്ടാക്കിയതാണ്. ഇത് എന്ന് വെച്ചാൽ ഉരുളക്കിഴങ്ങൊക്കെ ഒടിക്കുന്ന അതും പിന്നെ ഇത് നമ്മളെ എണ്ണക്കടികളൊക്കെ എടുക്കുന്ന അതുമാണ്. അപ്പം ഇത് ഞാൻ അറ്റാച്ച് ചെയ്തത് കോപ്പറിൻ്റെ വയറിൻ്റെ ഉള്ളിൽ നിന്ന് കോപ്പർ ഊരിയിട്ട് അത് ചുറ്റി പിഴഞ്ഞതാണ്. ഇപ്പോൾ ഒക്കെ സെറ്റാക്കിയിട്ടുണ്ട്. ഇതിപ്പോൾ കണ്ടാൽ മനസ്സിലാവുമെന്ന് തോന്നുന്നു. പിന്നെ ഇപ്പോൾ പാത്രത്തിലേക്ക് വെച്ചിട്ടുണ്ട്. ഒക്കെ റെഡിയാണ്. നിങ്ങളുടെ പാത്രത്തിൻ്റെ അളവ് പോലെ ചെയ്യണം. അപ്പോൾ ഇതാ വലിയൊരു കാർഡ്ബോർഡ് ബോക്സ് ഇവിടുത്തെ അടുത്തുള്ള സൂപ്പർ മാർക്കറ്റിൽ നിന്ന് ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഇൻഡക്ഷൻ കുക്കറാണ് ഇതിൻ്റെ താഴത്ത് വെക്കുന്നത്. അപ്പോൾ ഇതിന് വേണ്ടി ഇറക്കി വെച്ചിട്ടുണ്ട്. നമുക്കിവിടെ ഒരു ഡോർ പോലെ സെറ്റ് ചെയ്യണം. അത് എടുക്കാൻ വേണ്ടി ഇതാ വരച്ചത് കണ്ടില്ലേ, ഇവിടെയാണ് മുറിക്കുക. അപ്പോൾ മുറിച്ചതിന് ശേഷം കാണാം, ഇത് മുറിച്ചിട്ടുണ്ട്. നമുക്കൊന്ന് തുറന്ന് നോക്കാം. പിന്നെ ഇനി നമുക്ക് ഒരു ഇതും കൂടി കട്ട് ചെയ്യണം. അതിനാണ് ഞാൻ ഇവിടെ വരച്ചിട്ടുള്ളത്. അതായത് ഇതുപോലത്തെ ഷീറ്റ് വെക്കാം. അപ്പോൾ അത് ആവുന്നില്ലായിരുന്നു, സാധനം കഴിഞ്ഞതുകൊണ്ട്. അപ്പോൾ എനിക്കൊരു പ്ലാസ്റ്റിക്കിൻ്റെ ഒരു കട്ടിയുള്ള ഷീറ്റ് കിട്ടിയപ്പോൾ അത് ഞാൻ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് കറക്റ്റ് അളവിന് വേണ്ടി പാത്രം മുകളിൽ മോട്ടർ വെക്കാനാണ് അത്. പിന്നെ ബാക്കിലൊരു ഹോൾട്ട് എടുത്തിട്ടുണ്ട്, അത് ഇതിൻ്റെ വയർ വിടാനാണ്. പാത്രം വെക്കാനുള്ളതാണ് ഇത്, വെട്ടിയെടുത്തത്. അപ്പോൾ അതിനെ നമ്മൾ ഒട്ടിച്ചെടുത്തിട്ടുണ്ട് കറക്റ്റ് റൗണ്ടാക്കിയിട്ട്. ഇനി നമുക്ക് നമ്മുടെ മോട്ടറിൽ നിന്നും ഇത് കണക്ട് ചെയ്യാൻ വേണ്ടി സാധനം നിർമ്മിക്കണം. അപ്പോൾ ഇതായിരുന്നു അതിൻ്റേത്. അതിന് പകരം ഞാനൊരു പേന എടുത്തിട്ട് അതിൻ്റെ ബാക്കിലാണ്. അപ്പോൾ കുറച്ച് ലൂസാണ്. അപ്പോൾ ഇത് ഒട്ടിച്ചു കൊടുക്കാമെന്നായിരുന്നു ആദ്യം വിചാരിച്ചിരുന്നത്, പക്ഷേ അത് പൊളിഞ്ഞു പോരുന്നുണ്ട് ഇത്. അതുകൊണ്ട് ഞാനിവിടെ ഇപ്പോൾ ഇൻസുലേഷൻ ടാപ്പ് ഒട്ടിക്കുക എന്നാണ് വിചാരിക്കുന്നത്. അതാകുമ്പോൾ ഒന്നുകൂടി നിന്നോളും, അതായിരിക്കും ഒന്നുകൂടി ബെസ്റ്റ്. അപ്പം അത് ഒട്ടിക്കാം. ഞാൻ ചുറ്റി കൊടുത്താൽ മതി. നമുക്ക് ഇതിലേക്ക് വെച്ച് നോക്കാം. വളരെ പെർഫെക്റ്റായി നിൽക്കുന്നൊക്കെ ഉണ്ട്. ചെറിയൊരു ഇളക്കമുണ്ട്, അത് പ്ലസ് ക്യൂ ഇടണം. പക്ഷേ നമ്മൾ കഴിക്കുന്നതായതുകൊണ്ട് വലിയ നല്ലതായിരിക്കില്ല. വേണ്ടവർക്ക് ഇടാം. വീഡിയോ വളരെ ഡിലേ ആയി എന്ന് തോന്നുന്നു, അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇത്രയും കാണിക്കാത്തത്. അപ്പോൾ ഞാനിപ്പോൾ ഇതൊരു സെറ്റാക്കിയിട്ടുണ്ട്. ഇത് മൊത്തമായിട്ട് കാണിക്കുമ്പോൾ വളരെ സമയമെടുക്കും. ഒന്നും ചെയ്തില്ല, ഒരു കാർഡ്ബോർഡ് ബോക്സ് ഞാൻ ഇതിൻ്റെ മുകളിൽ വെച്ചു. എന്നിട്ട് മോട്ടർ അതിലേക്ക് പ്ലസ് ക്യൂ ചെയ്ത് വിട്ടു. ഞാനിപ്പോൾ നമുക്ക് ഇളകുന്നുണ്ട്, അതൊന്ന് സെറ്റാക്കണം. നമുക്ക് അത് ഇളക്കാതെ വെക്കാൻ ഒരു കുടക്കമ്പി ഞാൻ അതിലേക്ക് കയറ്റി കൊടുക്കുന്നുണ്ട്. ഇപ്പം അത് റെഡി ആയിട്ടുണ്ട്. നമുക്ക് മോട്ടറിലേക്കൊന്ന് വയർ കൊടുത്തിട്ട് അതിലേക്ക് ബാറ്ററി കൊടുത്ത് നോക്കണം വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന്. ബാറ്ററി കൊടുത്ത് നോക്കാം, വർക്ക് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് കാണാം എന്ന് തോന്നുന്നു. മോട്ടർ ഇളക്കം നിന്നില്ലെങ്കിൽ വളരെ ബുദ്ധിമുട്ടായിരിക്കും. അതിന് മുമ്പ് തന്നെ നമുക്ക് ഇൻഡക്ഷൻ കുക്കർ എടുക്കാനുള്ള ഒരു ഹോൾട്ട് കൊടുക്കണം. അപ്പോൾ ഇത് പൊട്ടിക്കുന്ന സാധ്യമല്ലല്ലോ, അതുകൊണ്ട് ഒരു ഡോർ പോലെ ചെയ്ത് കൊടുക്കാം. കുറച്ചും കൂടി കീറാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഏകദേശം വാതിൽ വൈഡിലായിട്ടുണ്ട്. ഇപ്പം സ്പീഡ് കൂട്ടണോ കുറയ്ക്കണോ ഒക്കെ ഇതിലെ കൈ ഇട്ടിട്ട് ചെയ്യാവുന്നതാണ്. ഇങ്ങനെ എടുക്കുകയും ചെയ്യാം. നമുക്കൊരു സ്വിച്ച് വെച്ച് കൊടുക്കാം. സ്വിച്ച് വെച്ചിട്ടുണ്ട്.
അപ്പോൾ ആ സ്വിച്ച് കംപ്ലൈൻ്റ് ആയിരുന്നു. അതുകൊണ്ട് ഞാൻ ഒരു സാധാ സ്വിച്ച് വെച്ചിട്ടുണ്ട്. അതുപോലെ ഇളക്കം നിൽക്കുന്നില്ല. അതുകൊണ്ട് ഞാൻ മുകളിലും കുടക്കമ്പി സെറ്റ് ചെയ്തിട്ടുണ്ട്. ഒരു ലൈറ്റൊക്കെ കൊടുത്തിട്ടുണ്ട് കാണാൻ ഭംഗിക്ക്. സ്വിച്ച് ഇടുമ്പോൾ മാത്രം വർക്ക് ചെയ്യുന്നു, അല്ലാത്തപ്പോൾ നിൽക്കുന്നു. പനക്കൊക്കെ നിന്നു ഏകദേശം. നമ്മൾ സെറ്റ് ചെയ്ത് ഒന്ന് ആക്കാനായിട്ടുള്ള തയ്യാറെടുപ്പിലാണ്. ഇവിടെ 2 അഡാപ്റ്റർ വേണം, 2 പ്ലഗ്. അപ്പോൾ എന്നാലേ വർക്ക് ചെയ്യുള്ളൂ. ഒന്ന് ഇൻഡക്ഷൻ കുക്കർ കുത്താനും പിന്നെ ഇത് ലൈറ്റും മോട്ടറും കൂടിയും അറ്റാച്ച് ചെയ്യാനും സ്വിച്ച് ഇട്ടിട്ടുണ്ട്. ഇന്ന് പാർട്ട് 1 ആണ് ഈ വീഡിയോ. പാർട്ട് 2 നാളെ ഉണ്ടാകുന്നതാണ്. ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യണേ.